നമസ്കാരം. ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 6 അടി താഴ്ചയുള്ള സ്ലാബില്ലാത്ത ഓടയിൽ വീണ് അപകടം. പുറമേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. പോലീസുമായുണ്ടായ സംഘർഷത്തിനിടെ ഇരുനിലാട് കുന്നിൽ സമരസമിതി നേതാക്കൾക്ക് പരിക്ക്. കല്ലാച്ചിയിൽ ടാക്സി ജീപ്പ് ഡ്രൈവർ ഉൾപ്പെടെ 2 പേർ MDMAയുമായി അറസ്റ്റിൽ. ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന അഖിലേന്ത്യൻ വോളിബോൾ ടൂർണമെന്റിലെ കലാശപ്പോരിൽ കൊമ്പുകോർക്കാൻ ഒരുങ്ങി ഇൻകം ടാക്സ് ചെന്നൈയും CRPF രാജസ്ഥാനും. വാർത്തകൾ വിശദമായി. സ്ലാബില്ലാത്ത ഓടയിൽ വീണ ടാക്സി ഡ്രൈവറായ പുറമേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. വടകര നാദാപുരം സംസ്ഥാന പാതയിൽ കക്കംവെള്ളിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പുറമേരി സ്വദേശി മഠത്തിൽ ലിബീഷിനാണ് 6 അടിയോളം താഴ്ചയുള്ള ഓടയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റത്. റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനത്തിന് സമീപത്തേക്ക് വരുന്നതിനിടെ 6 അടിയോളം താഴ്ചയുള്ള ഓടയിൽ വീഴുകയായിരുന്നു. വീഴ്ചയിൽ വലതുകൈക്കും കാലിനും അടക്കം പരിക്കേറ്റു. തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് വലതുകൈയുടെ എല്ലിന് പൊട്ടലുള്ളതായി വ്യക്തമായത്. തുടർന്ന് പ്ലാസ്റ്റർ ഇടുകയായിരുന്നു. ഇടതുകാലിന്റെ വിരലുകൾക്കും പൊട്ടലുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് ഓടയിൽ ഒരിടത്തും കോൺക്രീറ്റ് സ്ലാബുകൾ ഉണ്ടായിരുന്നില്ല. അധികൃതരുടെ അനാസ്ഥയെ തുടർന്നാണ് ലിബീഷിന് ഗുരുതരമായി പരിക്കേറ്റത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കൈക്കും കാലിനും മാത്രം പരിക്കേറ്റ് രക്ഷപ്പെട്ടതെന്നാണ് ലിബീഷ് പറയുന്നത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ ഇരുനിലാട് കുന്നിൽ ചെങ്കൽ ഖനനം തുടങ്ങി. പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാരെ പിരിച്ചുവിടാനുള്ള പോലീസിന്റെ ശ്രമത്തിനിടെ സംഘർഷം. സ്ത്രീകളടക്കമുള്ള സമരസമിതി പ്രവർത്തകർക്ക് പരിക്ക്. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്ന കുന്നിൻ മുകളിൽ ചെങ്കൽ ഖനനം നടത്താൻ ഹൈക്കോടതി ഉത്തരവുമായാണ് ഉടമകൾ എത്തിയത്. വളയം സബ് ഇൻസ്പെക്ടർ RC ബിജുവിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. വിവരമറിഞ്ഞ സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ ഖനന മേഖലയിലേക്കുള്ള റോഡിൽ നിലയുറപ്പിച്ചിരുന്നു. ഖനന സാമഗ്രികളുമായി ലോറി എത്തിയതോടെ പോലീസ് സമരക്കാരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. ഇരുനിലാട് കുന്ന് സമരസമിതി നേതാക്കളായ KP നാണു, KP കുമാരൻ, KP അനൂപ്, ചന്ദ്രൻ തോട്ടത്തിൽ എന്നിവരെ വളയം പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. കല്ലാച്ചിയിൽ ടാക്സി ജീപ്പ് ഡ്രൈവർ ഉൾപ്പെടെ 2 പേർ MDMAയുമായി പോലീസ് പിടിയിൽ. വിഷ്ണുമംഗലം കിഴക്കേ പറമ്പത്ത് KP റഹീസ്, കല്ലാച്ചിയിലെ ടാക്സി ജീപ്പ് ഡ്രൈവർ വിഷ്ണുമംഗലം സ്വദേശി ചമ്പോട്ടുമ്മൽ K മുഹമ്മദ് സായി എന്നിവരെയാണ് നാദാപുരം പോലീസും DYSP AP ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. മുഹമ്മദ് സയ്യിദിൽ നിന്ന് 0.11 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇയാൾ സഞ്ചരിച്ച KL 18 AC 8424 നമ്പർ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചെടുത്തു. തിരുവമ്പറമ്പ് ഗവൺമെന്റ് കോളേജിൽ നിന്നാണ് റഹീസ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 0.05 ഗ്രാം MDMA പോലീസ് പിടികൂടി. ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന അഖിലേന്ത്യൻ വോളിബോൾ ടൂർണമെന്റിന്റെ കലാശപ്പോരിൽ കൊമ്പുകോർക്കാൻ ഒരുങ്ങി ഇൻകം ടാക്സ് ചെന്നൈയും CRPF രാജസ്ഥാനും. പൂൾ എയിൽ നിന്ന് ഇൻകം ടാക്സും പൂൾ ബിയിൽ നിന്ന് CRPFുമാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായത്. ശനിയാഴ്ച നടന്ന പൂൾ ബിയിലെ മത്സരത്തിൽ CRPF രാജസ്ഥാൻ 2-നെതിരെ 3 സെറ്റുകൾക്ക് മഹാരാഷ്ട്ര ബാങ്കിനെ തോൽപ്പിച്ചാണ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. വനിതാ വിഭാഗത്തിൽ ആദ്യമായാണ് 5 സെറ്റ് നീണ്ട മത്സരം നടന്നത്. ആദ്യ സെറ്റ് CRPF താരങ്ങൾ എളുപ്പം സ്വന്തമാക്കിയപ്പോൾ 2ഉം 3ഉം സെറ്റുകളിൽ വൻ തിരിച്ചുവരവാണ് മഹാരാഷ്ട്ര ബാങ്ക് നടത്തിയത്. 2ാം സെറ്റ് 29 പോയിന്റ് വരെ നീണ്ട കളി പുറത്തെടുത്താണ് മഹാരാഷ്ട്ര ബാങ്ക് അനുകൂലമാക്കിയത്. എന്നാൽ മിന്നും പ്രകടനത്തിലൂടെ 4ാം സെറ്റ് CRPF കൈപ്പിടിയിൽ ഒതുക്കിയതോടെ ഇരു ടീമുകളും തുല്യനിലയിലായി. ജേതാക്കളെ നിർണയിക്കാൻ 5ാം സെറ്റ് വേണ്ടിവന്നു. അവസാന നിമിഷം വരെ ആവേശ പോരാട്ടമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. വാർത്താ സന്ധ്യയുമായി നാളെ കാണാം.